ബ്രദേഴ്സ് ന്യൂസ് പേപ്പർ. എന്താ കാരണം? ഈ മദ്യപാനമാണ് അവിടുത്തെ പ്രധാന കാരണം. അവിടുത്തെ കുടുംബങ്ങൾ ശിഥിലീകരിച്ചു തുടങ്ങി. മൂന്നാമത് കർത്താവ് പറഞ്ഞു ഉപജീവന ചിന്തകൾ. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് വീണ്ടും ഇന്നത്തെ ലോക സംഭവത്തിലേക്ക് വരികയാണ്. ഉപജീവന ചിന്തകൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ ആൻസൈറ്റി, ജിജ്ഞാസ. എന്താ മനുഷ്യന് ജിജ്ഞാസ വർദ്ധിച്ചത്? ഈ കുത്തക, ഈ അന്തർദേശ കമ്പനികൾ വന്നപ്പോൾ മനുഷ്യന് കടക്കണിയും വർദ്ധിച്ചു. നോക്കുക, ഇന്ന് ഒരു കാലത്ത് ഞാൻ ഇവിടെ വന്ന് ഒരു വീട് മേടിക്കുവാൻ കർത്താവിന് വിലയ്ക്ക് വേണ്ടി 94 ജോലി രാജിവെച്ച് ഇവിടെ വരുമ്പോൾ ഒരു വീട് മേടിക്കാൻ ഒരു ലോണിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു NRIസിന് ലോൺ കൊടുക്കില്ല. ഇന്ന് ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, സ്വപ്നത്തിൽ ചിന്തിച്ചാൽ മതി, ഇവര് ലോണുമായിട്ട് വീടിന്റെ മുന്നിൽ വരും. എന്ത് പേര് പറഞ്ഞോ, വിദ്യാഭ്യാസ ലോണ്, കാറിന്റെ ലോണ്, വീട് പണിയാൻ ലോണ്, അഗ്രികൾച്ചർ ലോണ്, എന്റെ പ്രിയപ്പെട്ടവരെ എഡ്യൂക്കേഷൻ ലോണ്, ഹോളിഡേ ലോണ്, എന്തും കൊടുക്കുകയാണ്. ആരോ പറഞ്ഞ പോലെ മനുഷ്യനൊരു കണിയിലകപ്പെടുത്തുന്നു, കടക്കണിയിലകപ്പെടുത്തുന്നു. ആളുകൾ വാസ്തവത്തിൽ കടത്തിന്റെ കണിയിൽ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ ദൈവനെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്ന് പറഞ്ഞതെന്നെ അത്ഭുതപ്പെടുത്തി. അമേരിക്കയിലെ 3 വലിയ കമ്പനികൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞു. ആ കമ്പനിയുടെ പേര് എക്സ്പീരിയൻ, ഇക്യുഫാക്സ്, ഫെയർ ഐസക്. അദ്ദേഹം പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ കമ്പനികളുടെ ജോലി എന്താണെന്നറിയാമോ? ബാങ്കുകൾക്ക് അറിവ് കൊടുക്കുകയാണ് ആർക്ക് ലോൺ കൊടുക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനീസ്, ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനീസ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി ഒരിക്കലും ഇല്ലായിരുന്നു. ആർക്ക് ലോൺ കൊടുക്കണമെന്ന് പറയുന്ന 3 വലിയ കമ്പനികൾ ബാംഗ്ലൂരിലും ഇന്ത്യയിലും കാലുകുത്തി കഴിഞ്ഞു. എന്താ കാരണം? ഇവിടെ ഭയങ്കര ഒരു മാർക്കറ്റാണ്. മനുഷ്യന് കടം കൊടുത്ത് മനുഷ്യനെ കണിയിലാക്കുമ്പോൾ ഏതാണ്ട് 10 രാജ്യത്തിന്റെ പ്രതിഭാസം, ലോകത്തിലാകമാനമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ 10 രാജ്യത്തിന്റെ പ്രതിഭാസം പാവപ്പെട്ട ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളും കടന്നു വന്ന് മാനവരാശി മുഴുവൻ കടത്തിന്റെ കണിയിലാക്കി ആത്മഹത്യയുടെ പട്ടിക പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഒരു സത്യമോർത്തോണം, ദൈവത്തിന് മുമ്പ് കൂട്ടി 2000 വർഷം മുമ്പ് പറഞ്ഞു, കാലത്തിന്റെ അന്ത്യത്തിൽ അത് സംഭവിക്കും. ജിജ്ഞാസ, ആൻസൈറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 പ്രതിഭാസം മാനവരാശിയെ കവർന്നു പിടിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നുള്ളത് ഞാൻ പറയട്ടെ. ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു, വലിയ കുത്തക കമ്പനികളാണ്. അതെങ്ങനെയാ ബ്രദറെ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞേക്കാം. ഞാൻ പറയുന്ന വാക്കുകളിനി ശ്രദ്ധിച്ചാൽ മതി. ഈ പ്രതിഭാസത്തിന്റെ കാരണം വലിയ ധനവാന്മാരായ കമ്പനികളാണ്. ഇതൊരു കാപട്യമാണ്, ഇതൊരു വലിയ തന്ത്രമാണ്. സാധാരണ മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകാം. യാക്കോബിന്റെ ലേഖനം എടുത്താട്ടെ, 5-ാമത്തെ അധ്യായം. അന്ത്യകാലത്തെ കുറിച്ച്, അന്ത്യകാല സാമ്പത്തിക മണ്ഡലത്തെ കുറിച്ച് യാക്കോബ് രേഖപ്പെടുത്തി പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയത്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം കരഞ്ഞു മുറയിട്ടുകൊള്ളുക എന്നിട്ട് പറയുന്നുണ്ട്, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചു. 4-ാം വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ മലയാള ഭാഷയിൽ ഭാഷാന്തരത്തിൽ ഒരു വാക്ക് വിട്ടുപോയി. ആ വാക്ക് വലിയ ആശയം തരുന്നു. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് പറയാം. അതിന്റെ അവസാന ഭാഗം, which you kept back by fraud, which you kept back by fraud എന്നിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കർഷകനും കൃഷിക്കാരനും നിലവിളിക്കുകയാണ്. കേരളത്തിലുള്ള കോട്ടയത്ത് ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു മേലെഴുത്തുണ്ട്. കോട്ടയത്തെ കുറിച്ച് പറയുന്നു, ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഇത് റബ്ബറുകളുടെയും എഴുത്തിന്റെയും നാടാണെന്ന് കോട്ടയത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന്. മാത്രമല്ല, റബ്ബർ ഉൽപാദനത്തിന്റെ കേന്ദ്രം ഇവിടമാണ്. കോട്ടയം ഈസ് നോൺ ആസ് എ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ്. എന്നാൽ ഇന്ന് കോട്ടയത്തുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇന്ന് റബ്ബർ കർഷകർ കരയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് അനേക റബ്ബർ കർഷകർ അവരുടെ റബ്ബർ വെട്ടാതെ
അവരുടെ റബ്ബറുകൾ അവിടെ ഇടുകയാണ്. എനിക്ക് ഈ വസ്തുത ശരിയായിട്ട് അറിയാം. എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഇന്ന് രാത്രി ഓർക്കണം. ആരാണ് ഇതിന്റെ പുറകിൽ? ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചു, ബൈ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വലിയ കാപട്യം മൂലം നീ ധനവാനാകുമ്പോൾ കർഷകനും കൃഷിക്കാരനും കരയുന്നു. യെസ്, റബ്ബർ ബോർഡിനോ കേരള ഗവൺമെന്റിനോ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസം കേരളത്തിലെ റബ്ബർ കർഷകർ അഭിമുഖീകരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ വചനത്തിൽ ഓർപ്പിച്ചു നോക്കുക. കൃഷിക്കാരൻ കരയുന്നു. ആ കരച്ചിലെ ഒരു തന്ത്രം മൂലം ആരോടാ കർത്താവ് പറഞ്ഞത്? അല്ലയോ ധനവാന്മാരെ. ആരാണിത്? വലിയ ധനവാന്മാർ. ആരാണിത്? ഞാൻ എടുത്ത് പറഞ്ഞിട്ട് പറയാം. ഒരു വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ, വലിയ കുത്തക കമ്പനികളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഓർക്കണം, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാരെ കാട്ടിൽ അധികാരം വലിയ വ്യാപാരികളുടെ കയ്യിലാണ്. നമ്മുടെ രാഷ്ട്രം വിറ്റ് കഴിഞ്ഞു, രാഷ്ട്രങ്ങൾ വിറ്റ് കഴിഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല. അനേക കുത്തക കമ്പനികളുടെ കയ്യിൽ ഇന്ത്യ അമർന്ന് കഴിഞ്ഞു. യെസ്, ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചു, ബൈ ഫ്രോഡ്. ഇന്ന് നോക്കുക, റബ്ബറിന് ഏറ്റവും വില കൂടേണ്ടത് മഴക്കാലത്താണ്. എന്നാൽ ഈ വർഷം ശ്രദ്ധിച്ചോ, മഴക്കാലത്താണ് ഏറ്റവും വില കുറഞ്ഞത്. എന്താ കാരണം? ധനവാന്മാരെ വ്യാപാരികൾക്ക് റബ്ബർ വേണ്ട. ഞാൻ അറിഞ്ഞതനുസരിച്ച് 5 വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്തു. 5 വർഷം. എന്താ കാരണം? ഞാൻ ഓർപ്പിച്ചില്ലേ? ആമസോൺ പോലെയുള്ള കമ്പനികൾ രാഷ്ട്രീയ ലോബിയിൽ കോടികൾ കൊടുത്ത് രാഷ്ട്രീയക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് കോടികൾ കുത്തക കുത്തിയെടുക്കുമ്പോൾ വചനത്തിൽ ഓർപ്പിച്ചു, നീ കരഞ്ഞുകൊള്ളുക, നിന്റെ മേൽ മുറവിളി, നിന്റെ മേൽ വരുന്ന ദുരിതം നിമിത്തം. പാവപ്പെട്ട കർഷകനും കൃഷിക്കാരനും കരയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രതിഭാസത്തെ കുറിച്ച് ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. മൾട്ടിനാഷണൽ കമ്പനികൾ, MNC എന്ന് പറയുന്ന ഈ വിദേശ കമ്പനികളാണ് ഈ WTO പൈസന്റെ പുറകിലും ഈ കളിക്കുന്ന ഈ രാഷ്ട്രീയ കളിയുടെ പുറകിലും എന്നുള്ളത് വളരെ തീർത്തും ഞാൻ പറയുന്നു. തെളിയിക്കാൻ സമയമെടുക്കുന്നില്ല. വചനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അന്ത്യകാലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു നോക്കുക. ആഗോളമായ രാഷ്ട്രങ്ങളും ആഗോളമായ വ്യാപാരങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു കാലം. ഞാനല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കാലത്തിന്റെ അന്ത്യമാകുമ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അന്ത്യക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുക്കി കയ്യിൽ കൊടുക്കുമ്പോൾ ആഗോളമായ രാഷ്ട്രങ്ങളും ആഗോളമായ വ്യാപാരികളും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. എടുത്താട്ടെ, വെളിപ്പാട് പുസ്തകം തന്നെ എടുക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ. ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ തന്നെ അത് പറയാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. ഇതിനു മുമ്പ് ബാബിലോണിയർ, മേദ്യർ, പേർഷ്യർ, ഗ്രീക്കുകാര്, ഇങ്ങനെയുള്ള ഭരണകൂടങ്ങൾ വന്നു. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യം. ആദ്യത്തെ 3 സാമ്രാജ്യങ്ങളെ കുറിച്ച് നാം 3-4 രാജ്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. സർവലോക ഭരണാധികാരികളായിരുന്നു. വാസ്തവത്തിൽ അവർ സർവലോകത്തെയും ഭരിച്ചിട്ടില്ല. സർവലോകത്തിലെ വലിയ ശക്തിമാന്മാരായിരുന്നു. എന്നാൽ സർവലോകത്തെയും ഭരിക്കുന്നത് നാം ജീവിക്കുന്ന ഇന്നാണെന്നുള്ളത് വചനത്തിലൂടെ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഇന്നാണ് ഒരു സർവലോക പ്രതിഭാസം വരുന്നത്. അത് കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ? രാഷ്ട്രീയക്കാരും വ്യാപാരികളും കൂടെ ചേർന്നാണ്. നോക്കിയാട്ടെ, 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ അവിടെ നോക്കിയേ, സകല ജാതികളും കുടിച്ചു. സകല ജാതികളും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓൾ നേഷൻസ്, എല്ലാ രാഷ്ട്രങ്ങളും. 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, സകല ജാതികളും, ഓൾ നേഷൻസ്. വീണ്ടും 23-ാം വാക്യം, നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നോക്കുക, ഭൂമിയിലെ മഹത്തുക്കൾ. വീണ്ടും വായിക്കുന്നു, സകല ജാതികളും, ഓൾ നേഷൻസ്. ഇനിയും 18-ന്റെ 3 നോക്കിയേ, ഭൂമിയിലെ രാജാക്കന്മാർ, the kings of the earth, ഭരണകൂടം. 18-ന്റെ 9, അവളോട് വേശ്യാസംഗം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ, all nations. വീണ്ടും 18-ന്റെ 3,
അവിടെ വായിക്കുന്നു, അടുത്ത ശ്രദ്ധിക്കുക, 18:3, ഭൂമിയിലെ വ്യാപാരികൾ, the merchants of the world. വീണ്ടും നോക്കുക 11-ാം വാക്യം, ഭൂമിയിലെ വ്യാപാരികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ. സകല രാജ്യങ്ങളും, all nations, ഭൂമിയിലെ വ്യാപാരികൾ. ഒന്നുകൂടെ നോക്കിയേ, 18:21 വായിച്ചേ. 18:23. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. എല്ലാ രാഷ്ട്രങ്ങളും വശീകരിക്കപ്പെട്ടു നിന്റെ ക്ഷുദ്രത്താൽ. എന്നാൽ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വ്യാപാരികൾ ഭൂമിയുടെ മഹത്തുക്കളായിരുന്നു. എന്താ അതിന്റെ വാക്കിന്റെ അർത്ഥം? Your merchants were the great men of the world. ലോകത്തിലെ വലിയ മനുഷ്യർ എന്ന് പറയുന്നത് ഈ വ്യാപാരികളാണ്. Oh yes. ഇന്നത്തെ വലിയ ആളുകൾ ആരാണ്? കോട്ടയത്ത് വസിക്കുന്നതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവവചനത്തിൽ 2000 വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചു, അന്ത്യകാലത്തിൽ ആഗോള രാഷ്ട്രങ്ങൾ വ്യാപാരം ചെയ്ത് വ്യാപാരത്തിന്റെ പൊളപ്പിനാൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയ ആരാണ് ഈ വലിയ മനുഷ്യർ? ഇവിടെ വായിക്കുന്നു, your merchants are the great men of the world. ലോകത്തിലെ വലിയ മനുഷ്യർ എന്ന് പറയുന്നത് ഈ വ്യാപാരികളാണ്. ഈ കാലത്ത് ആരാണ് വലിയവർ? ഈ വ്യാപാരികളല്ലേ? ഒന്ന് നോക്കിയേ, ഈ വ്യാപാരികളല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഈ വലിയ വ്യാപാരികളല്ലേ ആഗോളമായി വ്യാപരിച്ചുകൊണ്ട് ആഗോളമായ ഒരു പ്രതിഭാസം ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിലെ മഹത്തുക്കൾ, ലോകത്തിലെ വലിയവന്മാർ, ലോകത്തിന്റെ വ്യാപാരികൾ അന്ത്യകാലത്തായി. ഒരു കാലഘട്ടത്തിൽ മാനവരാശി, പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്യസന്ധമായ പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതല്ല. ഇന്ന് ഈ വ്യാപാരികൾ എന്ത് ചെയ്യുന്നു? ഈ രാത്രിയിൽ വളരെ ഗൗരവമായി ഓർപ്പിക്കട്ടെ, 2 പ്രതലവും നോക്കട്ടെ. ആത്മീക പ്രതലവും പ്രോസ്പെറിറ്റി, രാഷ്ട്രങ്ങളും പ്രോസ്പെറിറ്റി. 2 ഭാഗങ്ങളും പ്രോസ്പെറിറ്റിക്കാണ്. ഈ ആത്മീയ ഗോളത്തിന്റെ നെറുകയിൽ ഉൽപ്രാവണം കഴിഞ്ഞ ശേഷം സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി എഴുന്നേറ്റ് വരും. അദ്ദേഹത്തിന്റെ പേരാണ് കള്ളപ്രവാചകൻ. മാനവരാശിയെ വഞ്ചിക്കുവാൻ എഴുന്നേറ്റ് വരും ഒരു മനുഷ്യൻ. ഇന്ന് വഞ്ചിക്കപ്പെടുന്ന ക്രിസ്ത്യ സമൂഹത്തിന്റെ നെറുകയിലേക്ക് അവൻ ഉയരും. അതുപോലെ ആഗോളമായ ഈ സാമ്പത്തിക മണ്ഡലത്തിന്റെ നെറുകയിൽ ഒരുത്തൻ ഉയരും. അവന്റെ പേരാണ് അന്തിക്രിസ്തു. കർത്താവ് മടങ്ങി വരുമ്പോൾ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിക്കുന്നു. ഇരുവരെയും ഗന്ധകത്തിന് തീപ്പൊയിലിടുന്നു. കാലത്തിന്റെ അന്ത്യത്തിൽ വെളിപ്പെടേണ്ട 2 വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി 2 മണ്ഡലവും ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവരിന്ന് വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ്? എടുത്താട്ടെ, ജെറമ്യാ പ്രവചനം 2 മണ്ഡലത്തിലും ഇത് പ്രസക്തമായിരിക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. 5-ാം അധ്യായം, യെരമ്യാ പ്രവചനം 5-ാം അധ്യായം. ആ വാക്യം വളരെ ഗൗരവമായി ഈ ദിവസങ്ങളുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്യം. 26 തൊട്ട് അതിന്റെ 28 വരെയുള്ള ഒന്ന് വാക്യം വായിച്ചേ. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും. ഇല്ലില്ല. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യം. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു. അവർ ധനവാന്മാരും മഹാന്മാരുമായിരിക്കുന്നു. എന്തുകൊണ്ട്? കുടുക്ക് വെച്ച് പിടിക്കുന്നു. യാക്കോബ് 5-ൽ രേഖപ്പെടുത്തി, ബൈ ഫ്രോഡ്, മനുഷ്യനെ കാപട്യത്താൽ വഞ്ചനയാൽ അകപ്പെടുത്തിക്കൊണ്ട് ധനവാന്മാരാകുന്നു. യെരമ്യാവ് രേഖപ്പെടുത്തി. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 26-ാം വാക്യം നോക്കിയേ. 31-ാം വാക്യം നോക്കിയേ. 31-ാം വാക്യം. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു.
പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്റെ ജനത്തിന് ഇത് ഇഷ്ടമാണ്. യെസ്, എന്തുകൊണ്ടാണ് 600 ദശലക്ഷം ക്രിസ്ത്യ സമൂഹം വഞ്ചിക്കപ്പെട്ടത്? അവർക്ക് ഇത് ഇഷ്ടമാണ്, അല്ലേ? ഇത് അവർക്ക് ഇഷ്ടമാണ്. ഇത് പറഞ്ഞാ മതി, ഈ പ്രോസ്പെറിറ്റി പറഞ്ഞാ മതി, ഞങ്ങൾക്ക് സമ്പത്ത് മതി. ദൈവം അടുത്തായിട്ട് ചോദിച്ചു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ വഞ്ചനയിൽ അകപ്പെട്ടെങ്കിൽ ദൈവം ചോദിക്കുന്നു ഈ വാക്യത്തിന്റെ അവസാനം, നീ ഒടുക്കം എന്ത് ചെയ്യും? ദൈവം ന്യായം വിധിക്കാൻ കൈകൾ ഉയർത്തുമ്പോൾ നീ എന്ത് ചെയ്യും? ഇന്ന് നിനക്ക് ഇത് മതി, ഇന്ന് നിനക്ക് ഇത് ഇഷ്ടമാണ്, നീ എന്നാൽ എന്ത് ചെയ്യും ഒടുക്കം? ഇവിടെ നോക്കിക്കാട്ടെ, ആ 27-ാം വാക്യത്തിൽ അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായിരിക്കുന്നു. ഞാനൊന്നുകൂടെ ലളിതമായി പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ലളിതമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആഗോളവൽക്കരണത്തിന്റെ ഫലമായി, ഈ WTO ഒപ്പുവെച്ചതിന്റെ ഫലമായി കമ്പനികളോടുള്ള ബന്ധത്തിൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ ഒരു നെസ്കഫേ എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി മേടിക്കാൻ കടയിൽ കയറി അതിന്റെ വിലയൊക്കെ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ അതിന്റെ വിലയൊന്ന് കൂട്ടിയപ്പോൾ 1 കിലോ കാപ്പിപ്പൊടിക്ക് 2400 രൂപ ഇന്ത്യൻ രൂപീസ്. 1 കിലോ കാപ്പിക്കൊരു കർഷകൻ ഇവിടെ വിറ്റാൽ അവന് 150 രൂപ. 1 കിലോ എല്ലാം നുറുകെ പണിയെടുത്ത് അധ്വാനിക്കുന്ന കർഷകന് 1 കിലോ കാപ്പിക്കുരുവിന് 150 രൂപ കിട്ടുമ്പോൾ, ഈ വലിയ കമ്പനികൾ ആഗോളവൽക്കരണത്തിന്റെ ഫലമായി എവിടെ വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് അത് മേടിച്ച് പ്രോസസ് ചെയ്ത് കുപ്പിയിലും കൂടുകളിലുമാക്കി കമ്പനിയുടെ ലേബർ വെച്ച് വിൽക്കുമ്പോൾ ആഗോളമായി വിൽക്കുന്നു. അവർ പഴയ വിലയ്ക്ക് വിൽക്കുന്നു. 2400 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവന്റെ കീശയിൽ കാപ്പിപ്പൊടി കൊണ്ട് മാത്രം കോടികൾ കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട കർഷകന്റെ റബ്ബർ മേടിച്ച് ഈ വിലയ്ക്ക് ചേരും മറ്റും വിൽക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, നിങ്ങൾ കുറിച്ചുകൊള്ളുക, നീ അന്ത്യകാലത്ത് കാപട്യം കൊണ്ട് കർഷകനെയും കൃഷിക്കാരനെയും കൂലിക്കാരനെയും വേദനിപ്പിച്ചുകൊണ്ട് അവൻ നെടുവീർപ്പിട്ട് കരയുമ്പോൾ നീ ധനവാനാകുന്നു. അത് ഫ്രോഡാണ്. ദാറ്റ് ഈസ് ഫ്രോഡ്. ഇവിടെയും പറഞ്ഞതാണ്, അങ്ങനെ അവർ മഹാധനവാന്മാരാകും. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രതിഭാസം ലോകവ്യാപകമായി കഴിഞ്ഞു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് സംഭവിക്കും? ഒന്നുകൂടെ വായിച്ചാട്ടെ, ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 8:25. മലയാളത്തില്, അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും. നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കും. എന്താണ് നിശ്ചിന്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ he shall destroy many in their prosperity. സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സമ്പത്തിനെ അവൻ നശിപ്പിക്കും. He shall destroy many in their prosperity. അങ്ങനെ സമ്പത്ത് നശിക്കുന്ന സമയത്താണ് യാക്കോബ് രേഖപ്പെടുത്തിയത്, ധനവാന്മാർ അവരുടെ ശരീരം കാർന്നു തിന്നുന്നു, അവരുടെ സമ്പത്ത് ദ്രവിച്ചു പോകുന്നു. പ്രിയപ്പെട്ട കേൾവിക്കാരെ, ഈ സമ്പത്ത് ദ്രവിച്ചു പോകും. അന്ത്യകാലത്തിലെ ഈ വർദ്ധിക്കുന്ന സമ്പത്ത് ദ്രവിച്ചു പോകും. വളരെ വ്യക്തമായി തിരുവചനത്തിൽ ഓർപ്പിക്കുന്നു. മുന്നോട്ട് പലതും പറയണമെന്ന് എന്റെ മനസ്സിലുണ്ട്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അത് വിടാം. എന്നെ കേൾക്കുന്ന അനേക ദൈവമക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് പറഞ്ഞ് വിടുകയാണ്. എന്റെ സമയം 8:15 ഞാൻ ചേർക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ പ്രതിഭാസം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പഴയ നിയമ ഏടുകൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സഭാപ്രസംഗി 1:9 രേഖപ്പെടുത്തി, ഒന്നും പുതുതായിട്ടില്ല, ഉണ്ടാകുവാനുള്ളത് ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സഭാപ്രസംഗി 1:9 അതോട് ചേർത്ത് ആവർത്തനം 32:7,
റിമെമ്പർ ദ ഡേയ്സ് ഓഫ് ദ ഓൾഡ്. പണ്ടുള്ള കാര്യം നീ ഓർത്തോണം. യെശയ്യാവ് 46 അതിന്റെ 9 തൊട്ട് റിമെമ്പർ ദ ഫോർമർ തിങ്സ് ഓഫ് ഓൾഡ്. പണ്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം. 2 പ്രാവശ്യം ദൈവം പറഞ്ഞു പണ്ടുള്ള കാര്യം ഓർക്കണം. പുതുതായി ഒന്നുമില്ല, ഇന്ന് കാണുന്നതൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഗോളവൽക്കരണം പണ്ടുണ്ടായിരുന്നോ? 3 അധ്യായം ബൈബിളിൽ അതിനെ രേഖപ്പെടുത്തി. എടുത്താട്ടെ ആ എസെക്കിയേൽ പ്രവചനം. എനിക്ക് 3 അധ്യായം എടുത്ത് പ്രസംഗിക്കണമെന്നുണ്ട്, എന്നാൽ അതിന് സമയമില്ല. ഞാനതിൽ പ്രസക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വരികയാണ്. ആ എസെക്കിയേൽ പ്രവചനം 26, 27, 28. എന്റെ പ്രിയപ്പെട്ടവരെ, സോർ എന്ന് പറയുന്ന, ടയർ എന്ന് പറയുന്ന ഒരു പട്ടണം, മെഡിറ്ററേനിയൻ തീരത്ത്, ലെബനോന്റെ ഭാഗത്തുള്ള ആ മെഡിറ്ററേനിയൻ കടലിന് തീരത്തുള്ള ഒരു തുറമുഖ പട്ടണമാണ് ടയർ. ഈ ടയറ് ആഗോളമായ ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണോ എന്ന് 27-ാം അധ്യായത്തിന്റെ 12 തൊട്ട് വായിച്ചാൽ മതി. ഞാനത് എടുക്കുന്നില്ല. 27-12 തർശീശിൽ വ്യാപാരം ചെയ്തു. യാവേൽ, തൂബേൽ, മേശക്. 14-ാം വാക്യം തോഗർമഗൃഹം. 15-ാം വാക്യം ദേദാൻ, അനേക ദ്വീപുകൾ. 16-ാം വാക്യം ആരാം. 17-ാം വാക്യം യഹൂദ, ഇസ്രയേൽ. 18-ാം വാക്യം ദമ്മേശക്ക്. 19, 20, 21, 22, 23. ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ രാഷ്ട്രങ്ങളുടെ പേരുകൾ ദൈവം എന്തിനെഴുതി തന്നു? ഈ സോർ എന്ന് പറയുന്ന പട്ടണം വ്യാപാരം ചെയ്ത പട്ടണങ്ങളുടെ പേരുകൾ എഴുതി തന്നു. ഒന്ന് വിലയിരുത്തിയാൽ അന്നറിയപ്പെട്ട സകല ലോകത്തിലും സോരിൽ നിന്ന് കപ്പലുകൾ പോയി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ആഗോളമായ വ്യാപാരം. എന്നാൽ ഈ ആഗോളമായ വ്യാപാരത്തോടുള്ള ബന്ധത്തിൽ ഒരു സത്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ നിർത്തുക ആ ഭാഗം. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. അതിന്റെ 26-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് 2-ന്റെ അവസാനം സോർ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നു. ടയർ, സോർ ഒരു സ്ഥലമാണ്. അതിന്റെ 27-ാം വാക്യം നീ സോറിനെ കുറിച്ചൊരു വിലാപം കഴിക്കണം, അതും ഒരു സ്ഥലമാണ്. 28-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു സ്ഥലമല്ല, നീ സോർ പ്രഭുവിനോട് പറയണം, പ്രിൻസ് ഓഫ് ടയർ എന്ന് പറഞ്ഞാൽ സോർ ഭരിക്കുന്ന സിംഹാസനത്തിരിക്കുന്ന പ്രഭുവിനോട് പറയണം. അവിടെ തീർന്നില്ല. ദൈവം ദൈവക്കളുടെ കണ്ണുകൾ തുറന്നു തരുവാൻ അതിന്റെ പുറകിൽ ഒരു പ്രഭു ഉണ്ടെന്ന് പറഞ്ഞു. 12-ാം വാക്യം നോക്കി, 28-12 നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം നടത്തണം. ആരാണത്? താഴോട്ട് വായിച്ചാൽ നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ചിറക് വിളിച്ച് മണത്തുന്ന കെരൂബായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പുരാതന കാലത്ത് ലോകത്തെ ഒന്നിപ്പിച്ച ആഗോളവൽക്കരണത്തിന് അതിന്റെ പുറകിലുള്ള രഹസ്യം ദൈവം ചൂണ്ടിക്കാണിച്ചു. സോർ വ്യാപാരം ചെയ്തു. സോർ ഭരിച്ചിരുന്ന രാജാവ് സോർ പ്രഭു. അവന്റെ പുറകിൽ ഇതിന് സഹായിച്ചത് മറ്റാരുമല്ല, ലൂസിഫർ. എടുക്കണമെന്ന് വിചാരിച്ചു. വെളിപാട് 13-ാം അധ്യായം സാത്താൻ തന്റെ സിംഹാസനം, അധികാരം. 13-ാം അധ്യായം നോക്കിയേ. ഇന്ന് ലോകത്തിൽ വരുന്ന ആഗോളവൽക്കരണത്തോടുള്ള ബന്ധത്തിൽ നെറിയിലെത്തുന്ന ആ ഭരണകർത്താവിന് സാത്താൻ ചെയ്യുന്ന എന്താണ്? 2-ാം വാക്യത്തിന്റെ അവസാനം മഹാസർപ്പം തന്റെ ശക്തി സിംഹാസനം വലിയ അധികാരം കൊടുത്തു. ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ദൈവം പറഞ്ഞു റിമെമ്പർ ദ ഫോർമർ ഡേയ്സ്. ഇന്ന് കാണുന്നതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാനത് വിശദീകരിക്കാതെ അവിടെ വിടുകയാണ്. പ്രിയപ്പെട്ട നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം നാമത്തിൽ വന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ലേ. ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ കൈക്കൊള്ളും. ലോകമിന്ന് അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ആഗോളവൽക്കരണം, ഏകലോക ഗവൺമെന്റ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വ്യാപാര മണ്ഡലം ഇന്ന് ലോകത്തെ ഒന്നിപ്പിക്കുന്നു. ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നാം എത്തിയ ദിവസത്തിന്റെ ഗൗരവം ഓർപ്പിച്ചു. ക്രിസ്തീയ സമൂഹം ദൈവപുത്രൻ പറഞ്ഞ പോലെ വഞ്ചിക്കപ്പെടുന്നു. രാഷ്ട്രീയ മണ്ഡലം യേശുക്രിസ്തു മുമ്പ് കൂട്ടി പറഞ്ഞ പോലെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും താമസിയാതെ 2 നേതാക്കന്മാർ എഴുന്നേറ്റ് വരും.
അതിനു മുമ്പ് ദൈവസഭ മാറ്റപ്പെടും. കർത്താവിന്റെ സഭ ആ കാഹളധ്വനി കേട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അതിനുള്ള സമയമായി കഴിഞ്ഞു. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ നാൾ കടലെന്ന പോലെ വരില്ലെന്ന് ദൈവത്തിൽ പറഞ്ഞത് നമുക്കിതിനെ വിലയിരുത്തുവാൻ കഴിയുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, അവൻ ഒന്നാമത് വന്നു. യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ടെ. ഞാൻ ആ വാക്യം കൂടെ വായിച്ചു പറഞ്ഞ് എന്റെ പ്രസംഗം കൃത്യസമയത്ത് നിർത്തും. യോഹന്നാന്റെ സുവിശേഷം അത് വായിക്കുമ്പോൾ മനസ്സിനെ തൊടും. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. ഒരു പകൽ മുഴുവൻ ദൈവപുത്രൻ അധ്വാനിച്ചു. അവൻ വിശന്നു, അവൻ വിയർത്തു. ആ പലസ്തീന്റെ മണ്ണിലൂടെ നടന്ന് അവൻ ആ പകൽ മുഴുവൻ അധ്വാനിച്ച് രാത്രിയിലൊന്ന് വിശ്രമിക്കേണ്ട സമയം ആ ശൈത്യ കാലാവസ്ഥയുള്ള പലസ്തീന്റെ മണ്ണിൽ ആ രാത്രി വേളയിൽ തണുപ്പുള്ള അവിടെ ദൈവത്തിന് ഉറങ്ങുവാൻ ആവശ്യമാണ്. എന്നാൽ 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യേശുവോ ഒലിമലയ്ക്ക് പോയി. എന്താ അങ്ങനെ എഴുതാൻ കാരണം? ഓരോരുത്തർ വീട്ടിൽ പോയപ്പോൾ ദൈവപുത്രനെ ആരും കൂട്ടിക്കൊണ്ടുപോയില്ലേ. അവൻ തനിച്ച് നിൽക്കുകയാണ്. അവനെ ആരും കൂട്ടിക്കൊണ്ടുപോയില്ല. അന്ന് രാത്രിയിലും അവൻ ഉറങ്ങുവാൻ ഒലിമലയ്ക്ക് പോയി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഗർഭിണിയായ അവന്റെ മാതാവ് അവന് ജന്മം കൊടുത്തൊന്ന് കിടത്തുവാൻ അനേക വഴിയമ്പലങ്ങൾ മുട്ടുപിടിച്ചപ്പോൾ അവൾ കേട്ട ഒരു ശബ്ദമുണ്ട്, ഇവിടെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല. അവൻ ഒരു വീടും തുറന്നു കൊടുത്തില്ല, ഒരു വഴിയമ്പലവും തുറന്നു കൊടുത്തില്ല. അവന്റെ ഐഹിക ജീവിതകാലത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് ആരും പോയില്ല. അവൻ ഉറങ്ങുവാൻ ആ രാത്രിയിൽ ഒലിമലയിൽ പോയി. ഒരു വാക്യം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. ആവർത്തനം 24:19. ഈ വാക്യം എന്ന് വായിക്കുന്നു അന്ന് എന്റെ മനസ്സിൽ ഓടി വരുന്നത് ആ വാക്യമാണ്. ആവർത്തനം 24:19 വാക്യം. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങി പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മറന്നുപോയ കറ്റ, വയലിലുള്ള കറ്റകൾ എടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ നോക്കുക, ഒരു കറ്റ അവിടെ മറന്നിരിക്കുന്നു. ആ ചിത്രമല്ലേ നമ്മൾ കണ്ടത്? യോഹന്നാൻ 7-ൽ ആരും കൂട്ടിക്കൊണ്ടു പോകാതെ വയലിൽ മറന്ന കറ്റ നിൽക്കുന്ന പോലെ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ ആരും കൂട്ടിക്കൊണ്ടു പോകാതെ നിൽക്കുകയാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല, അവരവനെ കൂട്ടിയില്ല. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി, ആ മറന്നുപോയ കറ്റ അനാഥർക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ പുസ്തകം നോക്കുക. 2 വിധവമാർ, ആരും ആശ്രയിപ്പാനില്ല. വിശപ്പ് കൊണ്ട് മറന്നുപോയ കറ്റ അവരുടെ വിശപ്പ് അടക്കി കൊടുത്തു. ഇന്ന് രാത്രി ഓർക്കണം, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു നാം. വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. അനാഥരും വിധവമാരും പരദേശികളും. ഈ മറന്ന കറ്റ നമുക്കാണ്. ഇന്ന് രാത്രിയിൽ വീട്ടിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ഈ മറന്നുപോയ കറ്റ എടുത്തുകൊണ്ട് പോകുവാൻ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ദൈവപുത്രനെയും കൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കൊണ്ടുപോകുമോ? ഞാൻ ഒരു സത്യം ഓർപ്പിക്കട്ടെ, അവന് പല ഭവനങ്ങളും തുറന്നു കൊടുത്തില്ല. എന്നാൽ അനേക ജീവിതങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുത്തു, അനേക ഹൃദയങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുത്തു. ഇന്ന് രാത്രിയിൽ